നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ ശമ്പളം എത്രയാണ് എന്ന് നോക്കിയാലോ. ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ ശമ്പളത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നിയേക്കാം. എന്നാൽ മറ്റു ചില മുഖ്യമന്ത്രിമാരുടെ ശമ്പളം എത്രയാണ് എന്നറിയുമ്പോൾ ഇത്രയേ ഉള്ളോ എന്നും തോന്നാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കുറവ് ശമ്പളം വാങ്ങുന്ന മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന മുഖ്യമന്ത്രിയിലേക്ക് പോവാം. നമ്മുടെ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. അതിൽ ഡൽഹി കേന്ദ്രഭരണ പ്രദേശവുമല്ല, എന്നാൽ സംസ്ഥാന പദവിയുമില്ല. കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ രാജ്യത്ത് 30 മുഖ്യമന്ത്രിമാരാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ മുഖ്യമന്ത്രിമാരുടെ ശമ്പളത്തിനെ കുറിച്ച് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കുറവിൽ നിന്നും ഏറ്റവും കൂടുതലിലേക്ക് പോവാം. ആദ്യത്തെ മുഖ്യമന്ത്രി ത്രിപുര മുഖ്യമന്ത്രിയാണ്. ത്രിപുര മുഖ്യമന്ത്രിയുടെ ശമ്പളം 1,05,000 ഇന്ത്യയിൽ ഏറ്റവും കുറവ് ശമ്പളമുള്ള മുഖ്യമന്ത്രിയാണ് ത്രിപുര മുഖ്യമന്ത്രി. എന്ന് വെച്ചെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ മുഖ്യമന്ത്രിയുടെ ശമ്പളം 1,05,000 രണ്ടാമതായി വരുന്നത് നാഗാലാൻഡ് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ശമ്പളം 1,10,000 മൂന്നാമത്തേത് കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയാണ്. ഇദ്ദേഹത്തിന്റെ ശമ്പളം 1,20,000 നാലാമത്തേത് മിസോറാം മുഖ്യമന്ത്രിയാണ്. മിസോറാം മുഖ്യമന്ത്രിയുടെ ശമ്പളവും 1,20,000 തന്നെയാണ്. അടുത്തത് മണിപ്പൂർ മുഖ്യമന്ത്രിയാണ്. മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ ശമ്പളവും 1,20,000 തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ മുഖ്യമന്ത്രിമാർക്ക് ഈ ശമ്പളം കൂടാതെ വേറെ ആനുകൂല്യങ്ങളുമുണ്ട്. അടുത്തത് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാണ്. ഇദ്ദേഹത്തിന്റെ ശമ്പളം 1,33,000 ഇനി വരുന്നത് മേഘാലയ മുഖ്യമന്ത്രിയാണ്. ഇദ്ദേഹത്തിന്റെ ശമ്പളം 1,50,000 അടുത്തത് ഒഡീസ മുഖ്യമന്ത്രിയാണ്. ഇദ്ദേഹത്തിന്റെ ശമ്പളം 1,60,000 ആസാമിന്റെ മുഖ്യമന്ത്രിയാണ് അടുത്തത്. ഇദ്ദേഹത്തിന്റെ ശമ്പളവും 1,60,000 തന്നെയാണ്. അടുത്ത മുഖ്യമന്ത്രി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ്. ഇദ്ദേഹത്തിന്റെ ശമ്പളം 1,75,000 ഇനി വരുന്നത് രാജസ്ഥാൻ മുഖ്യമന്ത്രിയാണ്. ഇദ്ദേഹത്തിന്റെ ശമ്പളവും 1,75,000 അടുത്തത് നമ്മുടെ സ്വന്തം കേരള മുഖ്യമന്ത്രിയാണ്. അടുത്തതായി വരുന്നത് സിക്കിം മുഖ്യമന്ത്രിയാണ്. ഇദ്ദേഹത്തിന്റെ ശമ്പളം 1,90,000 എന്ന് വെച്ചെങ്കിൽ 2,00,000-ന് 10,000 രൂപ കുറവ്. അടുത്തത് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയുടെ മുഖ്യമന്ത്രിയാണ്. കർണാടകയുടെ മുഖ്യമന്ത്രി ശമ്പളമായി വാങ്ങുന്നത് 2,00,000 രൂപയാണ്. ഈ പറയുന്ന മുഖ്യമന്ത്രിമാരുടെ ശമ്പളം പ്രതിമാസ ശമ്പളമാണ്. എന്ന് വെച്ചെങ്കിൽ ഓരോ മാസവും ഇവർ വാങ്ങുന്ന ശമ്പളമാണ്. അടുത്തതും നമ്മുടെ അയൽ സംസ്ഥാനം തന്നെയായ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാണ്. 2,05,000 തമിഴ്നാട് മുഖ്യമന്ത്രി വാങ്ങുന്നത്. എന്ന് വെച്ചെങ്കിൽ കർണാടക മുഖ്യമന്ത്രിയെക്കാളും 5,000 രൂപ കൂടുതൽ. അടുത്തത് വെസ്റ്റ് ബംഗാൾ അഥവാ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയാണ്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുടെ ശമ്പളം 2,10,000 ഈ ലിസ്റ്റിൽ ഇനി വരുന്നത് ബീഹാർ മുഖ്യമന്ത്രിയാണ്. 2,15,000 ഇദ്ദേഹത്തിന്റെ ശമ്പളം. അടുത്ത മുഖ്യമന്ത്രി ഗോവയുടെ മുഖ്യമന്ത്രിയാണ്. ഗോവയുടെ മുഖ്യമന്ത്രി വാങ്ങുന്നത് 2,20,000 രൂപയാണ്. അടുത്ത മുഖ്യമന്ത്രി പഞ്ചാബ് മുഖ്യമന്ത്രിയാണ്. പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ ശമ്പളം 2,30,000 അടുത്ത മുഖ്യമന്ത്രി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയാണ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ ശമ്പളം 2,30,000 ഇനി മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാണ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ ശമ്പളം 2,55,000 ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് അടുത്തത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുടെ ശമ്പളം 2,72,000 ഇനി അടുത്തത് ഹരിയാന മുഖ്യമന്ത്രിയാണ്. ഹരിയാന മുഖ്യമന്ത്രിയുടെ ശമ്പളം 2,88,000 ഇനി വരുന്നത് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാണ്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുടെ ശമ്പളം 3,10,000 അടുത്തത് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ശമ്പളം 3,21,000 അടുത്തത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാണ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുടെ ശമ്പളം 3,35,000 അടുത്തത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ശമ്പളം 3,40,000 ഇനി വരുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ശമ്പളം 3,65,000 ഇനി അവസാനമായി 2 മുഖ്യമന്ത്രിമാർ മാത്രമാണ് ഉള്ളത് ഈ ലിസ്റ്റിൽ. അവർ ഈ രാജ്യത്ത് ഏറ്റവും ടോപ്പ് ശമ്പളം വാങ്ങുന്ന മുഖ്യമന്ത്രിമാരാണ്. അടുത്തത് ഡൽഹി മുഖ്യമന്ത്രിയാണ്. ഡൽഹി മുഖ്യമന്ത്രിയുടെ ശമ്പളം 3,90,000 അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന മുഖ്യമന്ത്രിയായ തെലങ്കാന മുഖ്യമന്ത്രിയാണ്. തെലങ്കാന മുഖ്യമന്ത്രിയുടെ ശമ്പളം 4,00,000 രൂപയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ശമ്പളം വാങ്ങുന്ന മുഖ്യമന്ത്രി തെലങ്കാന മുഖ്യമന്ത്രിയാണ്. തെലങ്കാന മുഖ്യമന്ത്രിയുടെ ശമ്പളം 4,00,000 രൂപയാണ്. ഏറ്റവും കുറവ് ശമ്പളം വാങ്ങുന്ന മുഖ്യമന്ത്രി ത്രിപുര മുഖ്യമന്ത്രിയാണ്. ത്രിപുര മുഖ്യമന്ത്രിയുടെ ശമ്പളം 1,05,000 രൂപയാണ്. ഏറ്റവും കുറവിൽ നിന്നും ഏറ്റവും കൂടുതലിലേക്ക് എത്തുമ്പോൾ വലിയൊരു വ്യത്യാസം തന്നെ നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചെങ്കിൽ രാജ്യത്തിലെ വിവിധ മുഖ്യമന്ത്രിമാരുടെ ശമ്പളം വ്യത്യസ്തമാണ് എന്ന്.
അപ്പോൾ നിങ്ങൾക്ക് ഈ മുഖ്യമന്ത്രിമാരുടെ ശമ്പളത്തിനെ കുറിച്ച് കേട്ട് തല കറങ്ങിയിട്ടുണ്ടാവില്ല, കാരണം ഇതൊക്കെ സ്വാഭാവികമാണല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതിലൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.